അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇനി നമുക്ക് പഠിക്കാനുള്ളത് വേർഡ് പ്രോബ്ലംസ് ആണ്. അപ്പോൾ ലീനിയർ ഇക്വേഷൻസിലെ ലീനിയർ ഇക്വേഷൻ 1 വേരിയബിളും 2 വേരിയബിളും അതുപോലെ തന്നെ ഈ 2 വേരിയബിളിലെ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസും പഠിച്ചു. അതിൻ്റെ സൊല്യൂഷൻ കാണുന്ന രീതിയും പഠിച്ചു. ഓക്കെ, ഇനി നമ്മൾ അതിൻ്റെ ഈ 2 വേരിയബിൾസിൻ്റെ ആപ്ലിക്കേഷൻ ലെവലാണ് നമ്മൾ നോക്കുന്നത്. അതാണ് വേർഡ് പ്രോബ്ലംസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശം അതാണ്. അത് ഇങ്ങനത്തെ ഓരോ പ്രോബ്ലംസ് നമുക്ക് വേർഡിലായിട്ട് തരും. അത് നമ്മൾ എങ്ങനെയാണ് ലീനിയർ ഇക്വേഷൻ ആക്കി മാറ്റുക എന്നുള്ളത്. അപ്പോൾ എക്സാമ്പിൾ 5.25 കേട്ടോ. ദ പെരിമീറ്റർ ഓഫ് എ റെക്റ്റാങ്കുലർ ഗാർഡൻ. ഒരു റെക്റ്റാങ്കുലർ രൂപത്തിലുള്ള ഒരു പൂന്തോട്ടത്തിൻ്റെ പെരിമീറ്റർ ചുറ്റളവ് 20 മീറ്ററാണ്. ഇഫ് ദ ലെങ്ത് ഈസ് 4 മീറ്റർ മോർ ദാൻ ദ ബ്രെഡ്ത്ത്. അതിലൊരു ഇപ്പോൾ 20 മീറ്ററാണ് എന്താ അതിൻ്റെ ചുറ്റളവ്. പിന്നെ അതിൻ്റെ ലെങ്ത്തിൻ്റെ ഇത് 4 മീറ്റർ കൂടുതലാണ് എന്തിനേക്കാൾ, ബ്രെഡ്ത്തിനേക്കാൾ. അതായത് വീതിയേക്കാൾ 4 മീറ്റർ കൂടുതലാണ് ലെങ്ത്ത്, നീളം. എന്നാൽ അതിൻ്റെ ലെങ്ത്തും ബ്രെഡ്ത്തും കാണാനാണ്. അതായത് ആ പൂന്തോട്ടത്തിൻ്റെ വീതിയും നീളവും കാണാൻ. അതിന് 2 ക്ലൂ തന്നിട്ടുണ്ട്. ഒന്ന് അതിൻ്റെ ചുറ്റളവ് 20 മീറ്ററാണ് തന്നിട്ടുണ്ട്. രണ്ടാമത്തത് വീതിയേക്കാൾ 4 മീറ്ററാണ് കൂടുതലാണ് നീളവും തന്നിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ ചെയ്യാനുള്ളത് ശ്രദ്ധിക്കാം. ലെറ്റ് ദ ലെങ്ത് ഓഫ് ദ ഗാർഡൻ ബി എക്സ് മീറ്റർ. ഓക്കെ, അപ്പോൾ ആദ്യത്തെ സൊല്യൂഷൻ ശ്രദ്ധിക്കട്ടോ. അപ്പം നീളം 4 മീറ്ററാണെന്ന് സങ്കല്പിച്ചാൽ, അല്ല നീളം എക്സ് ആണ് സങ്കല്പിച്ചാൽ, ഓക്കെ നീളം എക്സ് ആണെന്ന് സങ്കല്പിച്ചാൽ ബ്രെഡ്ത്ത് എന്തേക്കാരം, അതിൻ്റെ വീതി എന്തേക്കാരം, നീളത്തിൽ നിന്ന് 4 കുറച്ചതാണല്ലോ. അപ്പോൾ നീളം എക്സ് ആണെങ്കിൽ എക്സ് നിന്ന് 4 കുറച്ചാലാണ് വീതി കിട്ടുക, ബ്രെഡ്ത്ത് കിട്ടുക. ഓക്കെ, അത് നമ്മൾ നീളം എക്സ് ആണ് സങ്കല്പിച്ചു. ആ നീളത്തിൽ നിന്ന് 4 കുറച്ചാലാണ് എന്ത് കിട്ടുക, അതിൻ്റെ വീതി കിട്ടുക. അതായത് ഇവിടെ പറഞ്ഞ എന്താണ്, വീതിയോട് 4 കൂട്ടിയാലാണ് നീളം കിട്ടാനുള്ളത്. അതായത് നേരെ ഓപ്പോസിറ്റ് പറഞ്ഞാൽ നീളത്തിൽ നിന്ന് 4 കുറച്ചാൽ വീതി കിട്ടും. അപ്പം നമ്മൾ നീളം എക്സ് ആണെങ്കിൽ എക്സിൽ നിന്ന് 4 കുറച്ചാൽ എന്ത് കിട്ടും, അതിൻ്റെ ബ്രെഡ്ത്ത് കിട്ടും. ഓക്കെ, ഇനി നമ്മൾ ഇക്വേഷൻ ആക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും പെരിമീറ്റർ, റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ കാണാനുള്ള ഫോർമുല 2 ഇൻറ്റു ലെങ്ത്ത് പ്ലസ് ബ്രെഡ്ത്ത് എന്നാണ്. ലെങ്ത്ത് പ്ലസ് ബ്രെഡ്ത്ത് ഇൻറ്റു 2 എന്നുള്ളത്. അപ്പോൾ അത് അപ്ലൈ ചെയ്യാം കേട്ടോ. ഇപ്പോൾ 2 എന്ന് എഴുതി, 2 ആയി, പിന്നെ എക്സ് എന്നുള്ള ലെങ്ത്തായി, പിന്നെ x-4 എന്നുള്ള ബ്രെഡ്ത്തായി. അത് ഗുണിച്ച് കഴിഞ്ഞാൽ 20 എന്നുള്ളത് നമുക്ക് തന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഓരോന്നും സോൾവ് ചെയ്യണം. അപ്പോൾ ഇവിടെ എന്ത് ചെയ്തു, എക്സ് പ്ലസ് -2 ഇൻറ്റു എക്സ് പ്ലസ് x-4 ഈസ് ഈക്വൽ ടു എന്ത് കിട്ടി, 20 ആണെന്ന് കിട്ടി. അപ്പോൾ ഒന്നുകൂടി ശ്രദ്ധിക്കാം. നമ്മളിപ്പോൾ എന്താ ചെയ്ത് 2 ഇൻറ്റു ലെങ്ത്ത്, എക്സ് ആണ് ലെങ്ത്ത്, x-4 ആണ് ബ്രെഡ്ത്ത്, 2 ഇൻറ്റു എക്സ് പ്ലസ് x-4 ഈസ് ഈക്വൽ ടു 20. അത് അതിൻ്റെ പെരിമീറ്റർ 20 ആണ് തന്നിട്ടുണ്ട്. ഓക്കെ, 2 എന്ന് പറഞ്ഞാൽ 2 നമ്മൾ പറഞ്ഞു 2 ഇൻറ്റു ലെങ്ത്ത് പ്ലസ് ബ്രെഡ്ത്ത് എന്നതാണ് ഇക്വേഷൻ. അപ്പോൾ ഇത് ലെങ്ത്ത് ആണ്, ഇത് ബ്രെഡ്ത്ത് ആണ്, x-4 ആണ്. കാരണം നീളം എക്സ് ആണെങ്കിൽ ലെങ്ത്ത് എക്സ് ആണെങ്കിൽ എക്സിൽ നിന്ന് 4 കുറച്ചത്, അതായത് നീളത്തിൽ നിന്ന് 4 കുറച്ചതാണ് ബ്രെഡ്ത്ത്, ഈസ് ഈക്വൽ ടു 20. അപ്പോൾ ശ്രദ്ധിക്കാം, 2 ഇൻറ്റു, ഇനി എങ്ങനെയാണ് അത് 2 ഇൻറ്റു 2x-4 എന്നാണെന്ന് നോക്കട്ടോ. അപ്പോൾ ഇവിടെ 2 ഇൻറ്റു എക്സ് 2x ആയി. ഓക്കെ, പിന്നെ ഇവിടെ ബ്രാക്കറ്റിൽ പിന്നെയും 2 ഇൻറ്റു എക്സ് 2x ആയി. ഇവിടെ പ്ലസ് ഉണ്ട് കേട്ടോ, സോറി ഇവിടെ പ്ലസ് ആണ്, കാരണം ഈ പ്ലസ് ഇവിടെ കൊടുത്തു, ഇവിടെ പ്ലസ്. പിന്നെ ഒന്നുകൂടി ശ്രദ്ധിക്കാം, 2 ഇൻറ്റു എക്സ് 2x. ഓക്കെ, പിന്നെ ഈ 2 ഇൻറ്റു എക്സ് 2x, പിന്നെയും 2x വരും. ഓക്കെ, പിന്നെ 2 ഇൻറ്റു -4 -8 ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും, 20 കിട്ടും. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ഒന്ന് ഇങ്ങനെ എഴുതാം, 2x പ്ലസ് 2x -8 ഈസ് ഈക്വൽ ടു 20. അതിൽ നമുക്ക് 2x പ്ലസ് 2x എത്ര കിട്ടും, 4x കിട്ടും. -8 ഈസ് ഈക്വൽ ടു 20 എന്ന് കിട്ടും. ഓക്കെ, ഇനി എന്താ ചെയ്തത്, ഈ 4x -8 ഈസ് ഈക്വൽ ടു 20 എന്നതിൽ നിന്ന് ഈ 4xനും 8നും എന്തുണ്ട്, 2 കോമൺ ആണ്. അതിനെ 2നെ പുറത്തെടുത്തു. അപ്പോൾ 4x 2 പുറത്തെടുത്തു കഴിഞ്ഞാൽ 2 ഇൻറ്റു 2x എന്നായി. ഓക്കെ, 4x 2 പുറത്തെടുത്തു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് 2 എടുത്താൽ ബാക്കി എന്താണ്, 2 ആയി. 2 ഇൻറ്റു 2 4 ആണല്ലേ, അപ്പോൾ 4 ഹരിക്കണം 2. ഓക്കെ, അതാണ് ഇവിടെ 2 ആയിട്ട് വരുന്നത്. ഒന്നുകൂടി ശ്രദ്ധിക്കാം, നമ്മളിപ്പോൾ എന്ത് കിട്ടി, 4x -8 ഈസ് ഈക്വൽ ടു 20 എന്നായി. ഓക്കെ, ഇനി 4x -8 എന്നതിന് 2 കാരണം 4ലും 2 ഉണ്ട്, 8ലും 2 ഉണ്ട്. അപ്പോൾ 2 പുറത്തെടുത്ത് കഴിഞ്ഞാൽ 4x 2 പുറത്തെടുത്ത് കഴിഞ്ഞാൽ ബാക്കി എത്ര ഉള്ളത്,
ഇവിടെ 2x ഉണ്ടാവും അല്ലേ. അപ്പോൾ കാരണം 2 × 2x 4x ആണ്. ഇനി മൈനസ് 8 ന്ന് 2 പുറത്തെടുത്ത് കഴിഞ്ഞാൽ 8 ആയിരിക്കണം 2 4 കിട്ടും. ഓക്കെ, ഈസിക്കൽ ടു 20. ഓക്കെ, ഈസിക്കൽ ടു 20 അതാണ് ഇവിടെ കണ്ടത്. 2 × 2x - 4 ഈസിക്കൽ ടു 20 എന്നിട്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ 2നെ ഇവിടെ ഗുണിക്കാനാണ് ഈ 2, ഈ 2നെ എങ്ങോട്ട് കൊടുത്താൽ 20 ഹരിക്കണം 2, 20 ഹരിക്കണം ഇവിടെ ഗുണിക്കാനായതുകൊണ്ട് ഇങ്ങോട്ട് കൊണ്ടുപോയി ഹരിക്കണം. അപ്പോൾ 20 ഹരിക്കണം 2 എന്നാകും. അപ്പോൾ 20 ഹരിക്കണം 2 എന്ന് പറഞ്ഞാൽ 10 ആണ് അല്ലേ. അപ്പോൾ 2x - 4 ഈസിക്കൽ ടു 10 എന്നായി. 2x - 4 കാരണം 2x - 4 അതുപോലെ എഴുതി, ഈ ഗുണിക്കാളെ 2നെ എങ്ങോട്ട് കൊണ്ടുപോയി ഹരിച്ചു. അപ്പോൾ 20 ഹരിക്കണം 2 10 കിട്ടി. ഇനി എന്ത് ചെയ്തു, -4നെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഓക്കെ, അതായത് +4 എന്ന് എഴുതി. ഇവിടെ -4 ആയിരുന്നു, +4 ആയി. അപ്പം 2xനെ അതുപോലെ ഇവിടെ നിർത്തി. 2x ഈസിക്കൽ ടു +10, ഈ 10 +4 ആയത് ഇവിടെ മൈനസ് ഉള്ളത് അങ്ങോട്ട് കൊണ്ടുപോകും പ്ലസ് ആയി. 10 + 4 എന്നായി 14 ആയി. 2x ഈസിക്കൽ ടു 14. ഇനി എന്ത് ചെയ്തു, എക്സിനെ അവിടെ നിർത്തി. 2നെ എന്തായി ഇങ്ങോട്ട് കൊടുന്നു, 2നെ ഹരിക്കാനായി. 14 ഹരിക്കണം 2 7 ആയി കേട്ടോ. അപ്പോൾ x ഈസിക്കൽ ടു 7. അപ്പോൾ നമ്മൾ x ഈസിക്കൽ ടു 7 ആണെങ്കിൽ ബ്രെഡ്ത്ത് എന്തായിരിക്കും, ബ്രെഡ്ത്ത് അതായത് x എന്ന് പറഞ്ഞാൽ ലെങ്ത് ആണ്. ലെങ്ത് ഈസിക്കൽ ടു 7 ആണെങ്കിൽ ബ്രെഡ്ത്ത് എന്തായിരിക്കും, x - 4 അതായത് 7 - 4 എത്ര 3 കിട്ടും. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ ശ്രദ്ധിച്ചത്. ലെങ്ത് ഈസിക്കൽ ടു 7 മീറ്റർ, ബ്രെഡ്ത്ത് ഈസിക്കൽ ടു 7 - 4 3 മീറ്റർ. ഇനി വേറെ രൂപത്തിൽ നമുക്കിത് ചെയ്യാണ്, 2 വേരിയബിൾ വെച്ചിട്ട്. അപ്പോൾ നമ്മൾ ഇതിൽ ഒരു വേരിയബിൾ ഉപയോഗിച്ചിട്ടുള്ളൂ, x എന്നുള്ള വേരിയബിളെ ഉപയോഗിച്ചിട്ടുള്ളൂ. നമ്മളിന്ന് 2 വേരിയബിളായിട്ട് ചെയ്യാൻ കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യും, ലെങ്ത് ഓഫ് ദ ഗാർഡൻ x മീറ്റർ, x അതിൻ്റെ നീളം x മീറ്ററും വിഡ്ത്ത് വീതി y മീറ്ററുമാണ്. നമുക്കറിയില്ല, നമുക്കറിയാത്തത് കൊണ്ടാണ് x എന്നുള്ളതും y എന്നുള്ളതും സങ്കല്പിച്ചത്. ഓക്കെ, ലെങ്ത് എന്നുള്ളത് x മീറ്ററും y എന്നുള്ളത് അല്ല വിഡ്ത്ത് അതായത് അതിൻ്റെ വീതി y മീറ്ററുമാണ്. പിന്നെ നമുക്കൊരു ക്ലൂ ഉണ്ട്, എന്താണ്, x ഈസിക്കൽ ടു അതായത് നീളം എന്താണ് y + 4 ആണ്. y എന്നുള്ളത് എന്താണ്, y എന്നുള്ളത് ലെങ്ത് ആണ്, അല്ല y എന്നുള്ള ബ്രെഡ്ത്ത് ആണ്. x എന്നുള്ളത് ലെങ്ത്തും y എന്നുള്ളത് ബ്രെഡ്ത്തും ആണ്. ഒരു ക്ലൂ ഉണ്ട്, എന്താണ്, വിഡ്ത്തിനേക്കാൾ അല്ലെങ്കിൽ ബ്രെഡ്ത്തിനേക്കാൾ വീതിയേക്കാൾ 4 മീറ്റർ കൂടുതലാണ് നീളം എന്നുള്ളത്, അതായത് x. ഓക്കെ, കാരണം ഇവിടെ x എന്ന് പറഞ്ഞാൽ നീളമാണ്, നീളം എന്നുള്ളത് വിഡ്ത്തിനേക്കാൾ 4 മീറ്റർ കൂടുതലാണ്. അതാണ് x ഈസിക്കൽ ടു y + 4 എന്ന് എഴുതിയത്. ശ്രദ്ധിച്ചല്ലോ, എന്താണ്, x എന്നുള്ളത് നീളമാണ്, നീളം എന്നുള്ളത് വീതിയേക്കാൾ 4 മീറ്റർ കൂടുതലാണ്, അതാണ് ഇങ്ങനെ എഴുതിയത്. ഓക്കെ, y എന്നുള്ളത് വീതി +4 ആണ് നീളം എന്നുള്ളത്. ഓക്കെ, y എന്ന് പറഞ്ഞാൽ വീതി +4 ആണ് നീളം. ഓക്കെ, അപ്പോൾ x ഈസിക്കൽ ടു y + 4. ഇനി അടുത്തത് പെരിമീറ്റർ നമുക്ക് എത്ര തന്നിട്ടുണ്ട്, 20 മീറ്റർ തന്നിട്ടുണ്ട്. അപ്പോൾ പെരിമീറ്റർ എങ്ങനെയൊക്കെയാണ് നമ്മൾ പറഞ്ഞു, 2 × ലെങ്ത് + ബ്രെഡ്ത്ത് ആണെന്ന്. ഓക്കെ, അപ്പോൾ ഇതാണ് 2 × ലെങ്ത് ഏതാണ് x ആണ്, ബ്രെഡ്ത്ത് y ആണ്. അപ്പോൾ 2 × x + y = 20. നമുക്ക് അതിനെന്താക്കാം, ഈ 2നെ ഇവിടുത്തെ 2നെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ, അത് ഈ 2നെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ എന്ത് ചെയ്തു, 2 കൊണ്ട് ഹരിച്ചു. ഇവിടെ ഗുണിക്കാനാണ് 2, ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ 20 ഹരിക്കണം 2 ആകും. അപ്പോൾ 10 കിട്ടും. അപ്പോൾ x + y, ഈ x + y ഇവിടെ നിർത്തും. അപ്പോൾ x + y = 20 ഹരിക്കണം 2 10 കിട്ടി. ഓക്കെ, അപ്പോൾ ഈ നേരത്തെ കിട്ടിയ x ഈസിക്കൽ ടു y + 4 എന്നുള്ളത്, അത് കാരണം ഈ x എന്ന നീളമാണ്, y എന്ന് പറഞ്ഞാൽ എന്താണ് വീതിയാണ്, വീതിനോട് 4 കൂട്ടിയാണ് നീളം കിട്ടുക അല്ലേ. അപ്പോൾ y വീതിനോട് 4 കൂട്ടിയപ്പോൾ നീളം കിട്ടി. അത് ഒന്നാമത്തെ ഇക്വേഷനും. രണ്ടാമത്തെ ഇക്വേഷൻ x + y = 10 ആണ് എന്നുള്ളത്. ഇത് രണ്ടും സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ, 1ഉം 2ഉം സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, x ഈസിക്കൽ ടു 7 ആണെന്നും y ഈസിക്കൽ ടു 3 ആണെന്നും കിട്ടും. അതെങ്ങനെയാണ് സോൾവ് ചെയ്യാം, നമുക്ക് x പ്ലസ് ഓക്കെ y ഈസിക്കൽ ടു 10 എന്നുള്ളതാണ്. ഓക്കെ, ആദ്യത്തെ ഇതിനാണ് രണ്ടാമത്തെ ഇട്ടേ, കാരണം രണ്ടാമത്തെ കണ്ടില്ലേ x + y ഈസിക്കൽ ടു 10 എന്നുള്ളത്. ഇവിടെ x ഈസിക്കൽ ടു y + 4 എന്ന് കിട്ടും. ഓക്കെ, ഇനി നമ്മളൊന്ന് ശ്രദ്ധിക്കട്ടോ, ഇവിടെ ഈ വൈനെ ഓക്കെ ഇത് ഇപ്പോൾ ഓൾട്ടർനേറ്റീവായിട്ട് ഒന്നുകൂടി നോക്കാം. നമ്മളിപ്പോൾ ലെങ്ത്ത് എക്സ് വിഡ്ത്ത് വൈ, എക്സ് എന്നുള്ളത് അതായത് ലെങ്ത്ത് എന്നുള്ളത് വീതിയേക്കാൾ 4 മീറ്റർ കൂടുതലാണ്. പെരിമീറ്റർ നമുക്ക് എന്ത് കിട്ടും, 2 × x + y = 20 എന്ന് കിട്ടും.
പിന്നെ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുപോയാൽ എക്സ് പ്ലസ് വൈ ഇസിക്കൽ 20. ഇനി ഇത് രണ്ടും സോൾവ് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് സോൾവ് ചെയ്ത് നോക്കാം കേട്ടോ. അത് കുറച്ചൊരിതുണ്ട്, വളരെ സിമ്പിളാണ്, പക്ഷെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. സിമ്പിളാണെന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്, അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കാം. കാരണം വെച്ചാൽ നമ്മളിപ്പോൾ ഈ രണ്ട് ഇക്വേഷനോടെ സോൾവ് ചെയ്യാണ്. അതിനിപ്പോൾ ഒന്നുകിൽ എന്ത് ചെയ്യുക, ഇത് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എക്സ് ഈ വൈനെ ഇങ്ങോട്ട് കൊണ്ടുവരിക, സമത്തിൻ്റെ ഇടത് ഭാഗത്തേക്ക് കൊണ്ടുവരിക. അത് എക്സ് ഇവിടെ പ്ലസ് വൈ ഉള്ളത് എന്താവും, മൈനസ് വൈ ആവും അല്ലേ. കാരണം ഈ സമത്തിൻ്റെ വലത് ഭാഗത്ത് പ്ലസ് വൈ ആണ്. അപ്പോൾ എക്സ് ഇവിടെ എഴുതി, ഈ എക്സിനെ ഇവിടെ എഴുതി, എന്നിട്ട് ഈ വൈനെ എന്തായി ഇങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പം എക്സ് മൈനസ് വൈ എന്ന ഇത് ഈസിക്കൽ ടു എന്ത് 4. കാരണം ഇവിടെ പിന്നെ 4 ഉള്ളൂ. ആ ഇതിന് ഇക്വേഷൻ അങ്ങനെ ആക്കി. പിന്നെ ഈ ഇക്വേഷൻ നമ്മൾ അതുപോലെ എഴുതി, എക്സ് പ്ലസ് വൈ ഈസിക്കൽ ടു 10. ഇനി ഇതിനെ സോൾവ് ചെയ്യണം. ഒന്നുകിൽ ഇതിനെ കുറക്കുക, അല്ലെങ്കിൽ കാരണം ഏതെങ്കിലും ഒരു വേരിയബിൾ ഒഴിവാക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ എലിമിനേഷൻ മെത്തേഡ് പ്രകാരം നമുക്ക് ഏത് മെത്തേഡ് എടുക്കാം. നമ്മളിപ്പോൾ എലിമിനേഷൻ മെത്തേഡ് പ്രകാരം നോക്കാം, നമുക്ക് ഗ്രാഫിക്കലും ആക്കാം, ആൾജിബ്രിക്കൊക്കെ ആക്കാം. അപ്പോൾ ഇത് നമ്മളിപ്പോൾ എന്ത് ചെയ്തു, ഈ എക്സ് മൈനസ് വൈ എന്നുള്ളതിന് എന്ത് എക്സ് പ്ലസ് വൈ ആണ്. ഇനി ഇതിനെന്ത് ചെയ്യുക, നമ്മൾ കുറക്കുകയാണ് കേട്ടോ. ഇത് എക്സ് മൈനസ് വൈ കുറക്കണം, അല്ലെങ്കിൽ കൂട്ടാം, അത് നല്ലത്. എന്നാൽ നമുക്ക് വളരെ സിമ്പിളാണ്, നമ്മൾ ഇത് രണ്ടും കൂട്ടാണ്. ഓക്കെ, അപ്പോൾ എക്സ് മൈനസ് വൈ പ്ലസ് എക്സ് പ്ലസ് വൈ, ഒന്നുകൂടി ശ്രദ്ധിക്കുക, എക്സ് മൈനസ് വൈ പ്ലസ് എക്സ് പ്ലസ് വൈ കൂട്ടിക്കഴിഞ്ഞാൽ മൈനസ് വൈ പ്ലസ് വൈ എന്താകും, ഇത് രണ്ടും വെട്ടിപ്പോകും. എക്സ് പ്ലസ് എക്സ് 2x ആയി മാറും. അപ്പോൾ 2x ഈസിക്കൽ ടു 4 + 10 എന്തായി മാറും, 14 ആയി മാറും. അപ്പോൾ 2x ഈസിക്കൽ ടു 14. ഇനി എക്സ് ഈസിക്കൽ എന്ത് ചെയ്യും, ഈ രണ്ടിനെ അങ്ങോട്ട് ഹരിക്കാൻ കൊടുത്താൽ 14 ഹരിക്കണം 2 എന്തായി മാറും, 7 ആയി മാറും. അപ്പോൾ എക്സ് എന്ന് എന്ത് കിട്ടി, 7 എന്ന് കിട്ടി അല്ലേ. എക്സ് ഈസിക്കൽ ടു 7 ആണെന്ന് കിട്ടി. ഇനി നമുക്ക് എന്തുണ്ട്, വൈ എത്രയാണ്, വൈ നമുക്ക് തന്നിട്ടുണ്ട് എന്താണ്, എക്സ് മൈനസ് 4 ആണ് വൈ എന്നുള്ളത്. അപ്പോൾ 7 - 4 ഈസിക്കൽ ടു 3 ആണെന്ന് കിട്ടും. വൈ ഈസിക്കൽ ടു 3 ആണെന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഒന്നുകൂടി ശ്രദ്ധിക്കാം. നമ്മളിപ്പം എക്സ് ഈസിക്കൽ ടു വൈ പ്ലസ് 4 എന്നുള്ളതിന് നമ്മൾ എന്ത് ചെയ്തു, വൈനെ അങ്ങോട്ട് കൊണ്ടുപോയി എക്സ് മൈനസ് വൈ ഈസിക്കൽ ടു 4 എന്നായി. ഇനി അതിലേക്ക് എന്താ, ഇത് രണ്ടും കൂടി, ഇപ്പോൾ ഇതാണ് ഒന്നാമത്തെ സൊല്യൂഷൻ, ഒന്നാമത്തെ ഇക്വേഷൻ, ഇത് രണ്ടാമത്തെ ഇക്വേഷന്. ഇനി അതിനെ രണ്ടിനെയും കൂടി കൂട്ടണം നമ്മൾ അല്ലേ. കാരണം ഒന്നിൽ കൂട്ടണാലേക്ക് കുറക്കണം, ഏതെങ്കിലും വേരിയബിൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. അപ്പം എക്സ് പ്ലസ് വൈ ഈസിക്കൽ ടു 10 എന്നുള്ളതും. ഓക്കെ, അപ്പം എക്സ് മൈനസ് വൈ ഈസിക്കൽ ടു 4 എന്നുള്ളതുണ്ട്, എക്സ് പ്ലസ് വൈ ഈസിക്കൽ ടു 10 എന്നുള്ളതുണ്ട്. ഇത് രണ്ടും കൂട്ടാട്ടോ, പരസ്പരം കൂട്ടുകയാണ് മൊത്തം. അപ്പോൾ എക്സും 2x ആയി, കാരണം ഒന്ന് മൈനസ്, രണ്ടും പോസിറ്റീവാണ്. ഇപ്പോൾ 2x ആയി. ഇനി ഇവിടെ മൈനസ് വൈ പ്ലസ് വൈ, അപ്പോൾ എന്ത് ചെയ്യും, രണ്ടും വെട്ടിപ്പോകും, കാരണം ഒന്ന് മൈനസ് 1 + 1, ഇവിടെ 0 ആയി. ഓക്കെ, 0 ആയി. പിന്നെ 4 + 10 14 ആയി. അപ്പോൾ 2x ഈസിക്കൽ ടു 14. ഓക്കെ, അപ്പോൾ 2x ഈസിക്കൽ ടു 14. ഇനി അതിനെന്ത് ചെയ്യുക, എക്സ് ഈസിക്കൽ ടു ഈ 2നെ അങ്ങോട്ട് ഹരിക്കാൻ കൊടുത്താൽ 14 ഹരിക്കണം 2 ഈസിക്കൽ ടു 7. അപ്പോൾ എക്സ് എന്താണ്, 7 എന്ന് കിട്ടി. ഓക്കെ, എക്സ് 7. ഇനി നമ്മൾ ഒന്നാമത്തെ ഇക്വേഷൻ സോൾവ് ചെയ്യാം കേട്ടോ. എക്സ് നമുക്ക് 7 ആണ്, 7 ഈസിക്കൽ ടു എക്സിൻ്റെ സ്ഥാനത്ത് 7 എന്ന് കിട്ടി. അപ്പോൾ എക്സ് ഈസിക്കൽ ടു 7. അപ്പോൾ 7 ഈസിക്കൽ ടു വൈ പ്ലസ് 4. അപ്പോൾ ഇനി വൈ കാണാൻ എന്ത് ചെയ്യും, 7 ഇവിടെ നിർത്തും. ഈ പ്ലസ് വൈനെ എങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ -4 ആകൂലേ, അല്ല പ്ലസ് 4നെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ -4. അപ്പോൾ 7 - 4 ഈസിക്കൽ ടു വൈ. അപ്പോൾ ഈസിക്കൽ ടു എന്താവും, എക്സ് 7 - 4 3 ആവും. 3 ഈസിക്കൽ ടു വൈ എന്നുള്ളത് 3 ആയി കിട്ടും എന്നുള്ളത്. ഓക്കെ, അങ്ങനെയാണ് എന്ത് ആൾട്ടർനേറ്റീവ് കാണാം. ഒന്നുകിൽ ഇത് നമ്മളിപ്പോൾ ഇതെന്തായി, ഒന്നാമത്തത് നമ്മൾ 1 വേരിയബിളായിട്ട് കണ്ടു, രണ്ടാമത് 2 വേരിയബിളായിട്ടും കണ്ടു. ഓക്കെ, ഇത് ശരിക്കും മനസ്സിലാക്കിക്കാം. ഇനി അടുത്ത എക്സാമ്പിൾ, ആയിഷ ഈസ് 5 years ഓൾഡർ ദാൻ റോബോട്ട്. റോബോട്ടിനേക്കാൾ 5 വയസ്സ് കൂടുതലാണ് ആയിഷക്ക്. 5 years ago, 5 വർഷം മുമ്പ് ആയിഷ വാസ് ട്വൈസ് ആസ് ഓൾഡ് ആസ് റോബോട്ട് വാസ് ദെൻ. 5 വർഷം മുന്നേ എന്തായിരുന്നു, റോബോട്ടിനേക്കാൾ ഇരട്ടിയായിരുന്നു ആയിഷ. 5 വർഷം, ഇപ്പോൾ വയസ്സ് എന്താണ്, റോബോട്ടിനേക്കാൾ 5 കൂടുതലാണ് എന്ത്, ആയിഷക്ക്. ഇപ്പോഴത്തെ വയസ്സ് കേട്ടോ, റോബോട്ടിനേക്കാൾ 5 കൂടുതലാണ് ആയിഷക്ക്. എന്നാൽ 5 വർഷം മുമ്പ് എന്തായിരുന്നു, റോബോട്ടിൻ്റെ ഇരട്ടിയായിരുന്നു ആയിഷക്ക് ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോഴത്തെ ഒരു വയസ്സ് കാണാനാണ് പറഞ്ഞത്. ഇപ്പോൾ ശ്രദ്ധിക്കുക, നമ്മളിപ്പോൾ ഇപ്പോഴത്തെ ഏജ് ആയിഷ എക്സ് ആണെങ്കിൽ റോബോട്ടിൻ്റെ എന്തായിക്കാരം വൈ ആണ്. ഓക്കെ, ആയിഷാൻ്റെ എക്സും റോബോട്ടിൻ്റെ എന്താണ്, വൈ ആണ്. ഓക്കെ, ഇനിയിപ്പോൾ എന്താണ്, പിന്നെ എന്തുണ്ട്, എക്സ് ഈസിക്കൽ ടു വൈ പ്ലസ് 4 ആണ്.
അങ്ങനെ കിട്ടിയത് y+4 എന്നുള്ളത്. കാരണം എക്സ് എന്നുള്ളത് ആയിഷാൻ്റെ വയസ്സും വൈ എന്നുള്ള റോബോട്ടിൻ്റെ വയസ്സാണ്. ഈ റോബോട്ടിൻ്റെ വയസ്സിനോട് 5 കൂട്ടിയാലാണ് ആയിഷാൻ്റെ വയസ്സ്. അതായത് വൈ എന്നുള്ളത് റോബോട്ടിൻ്റെ വയസ്സ്, അതിനോട് 5 കൂട്ടിയാൽ ആയിഷാൻ്റെ വയസ്സ് കിട്ടും അല്ലേ. കാരണം ആയിഷ എന്നുള്ളത് 5 വർഷം കൂടുതലാണ്. ഇത് സോൾവ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? എക്സ് ഇവിടെ വൈനെ എന്ത് ചെയ്തു ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ ഇവിടെ പ്ലസ് വൈയിൽ എന്ത് ചെയ്യും? ഇവിടെ മൈനസ് വൈയും. എക്സ് മൈനസ് വൈ ഇസിക്കൽ ടു 5 എന്ന് കിട്ടും. കണ്ടില്ലേ? എക്സ് മൈനസ് വൈ ഇസിക്കൽ ടു 5. അപ്പോൾ ആ എക്സ് മൈനസ് വൈ ഇസിക്കൽ ടു 5 എന്നുള്ളതാണ് ഒന്നാമത്തെ ഇക്വേഷൻ. ഈ 5 വർഷം മുമ്പത്തെ ചരിത്രം എന്താണ്? 5 years ago ആയിഷ വാസ് എന്തായിരിക്കും? 5 വർഷം മുമ്പ് എന്തായിരിക്കും? ആയിഷ എക്സ് മൈനസ് 5 ആയിരിക്കും. കാരണം ആയിഷേൻ്റെ ഇപ്പത്തെ വയസ്സാണ് എക്സ്, റോബോട്ടിൻ്റെ ഇപ്പുറത്തെ വയസ്സാണ് വൈ എന്നുള്ളത്. അപ്പോൾ എക്സ് മൈനസ് 5 ആയിരിക്കും ആയിഷ 5 വർഷം മുന്നേ. റോബോട്ട് എങ്ങനെയായിരിക്കും? വൈ മൈനസ് 5 ആയിരിക്കും. എന്ത്? 5 വർഷം മുന്നേ. ഇനി നമുക്ക് എങ്ങനെ എഴുതാം? ഇങ്ങനെ എഴുതാം. കാരണം എന്താണ്? 5 വർഷം മുന്നേ എന്തായിരുന്നു? റോബോട്ടിൻ്റെ ഇരട്ടിയായിരുന്നു ആയിഷക്ക് ഉണ്ടായിരുന്നത്. അപ്പം എക്സ് മൈനസ് 5 എന്നുള്ളത് 5 വർഷത്തെ വയസ്സ് എന്തായിരുന്നു? വൈ മൈനസ് 5 എന്നുള്ള റോബോട്ടിൻ്റെ വയസ്സിനേക്കാൾ ഇരട്ടിയാണ്. അതാണ് 2 ഇൻറ്റു വൈ മൈനസ് 5 അല്ലേ. കാരണം വൈ മൈനസ് 5 എന്നുള്ളത് റോബോട്ടിൻ്റെ 5 വർഷത്തെ വയസ്സാണ്. എക്സ് മൈനസ് 5 എന്നുള്ളത് ആയിഷാൻ്റെ 5 വർഷത്തെ വയസ്സ്, 5 വർഷം മുമ്പുള്ള വയസ്സാണ്. ഓക്കെ, ഇത് 5 വർഷം മുമ്പുള്ളത് ആയിഷാൻ്റെത്, ഇത് 5 വർഷം മുമ്പുള്ളത് റോബോട്ടിൻ്റെ. ആ റോബോട്ടിൻ്റെ 5 വർഷം മുമ്പത്തെ വയസ്സിൻ്റെ ഇരട്ടിയാണ് ഇത് ആയിഷാൻ്റെ 5 വർഷമുള്ള മുമ്പുള്ള വയസ്സ്. ഓക്കെ, അപ്പോൾ എന്ത് കിട്ടി? ആയിഷാൻ്റെ എക്സ് മൈനസ് 5 എന്നുള്ളത് എന്തായിരിക്കും? റോബോട്ടിൻ്റെ വയസ്സിൻ്റെ ഇരട്ടിയായിരിക്കും. 2 ഇൻറ്റു എക്സ് മൈനസ് 5 ആയിരിക്കും. ഇത് സോൾവ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? എക്സ് മൈനസ് 2y ഇസിക്കൽ ടു മൈനസ് 5 എന്ന് കിട്ടും. എക്സ് മൈനസ് 2y ഇസിക്കൽ ടു മൈനസ് 5. അതെങ്ങനെ കിട്ടുക? കാരണം ഇവിടെ എന്ത് ചെയ്തു? 2y എന്ന് കിട്ടും. ഇവിടെ 2 ഇൻറ്റു മൈനസ് 5 മൈനസ് 10 എന്ന് കിട്ടും. ഓക്കെ, ഒന്നുകൂടി ശ്രദ്ധിക്കാം. 2 ഇൻറ്റു വൈ 2y. ഓക്കെ, 2 ഇൻറ്റു മൈനസ് 5 മൈനസ് 10. ഓക്കെ, അങ്ങനെ കിട്ടി. ഇനി ഈ 2y നമ്മൾ എന്ത് ചെയ്തു? സമത്തിൻ്റെ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നു. അപ്പോൾ മൈനസ് 2y ആയി അല്ലേ. മൈനസ് 2y ആയി ഇപ്പുറത്ത് കൊണ്ട്. ഈ മൈനസ് 5നെ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ എന്താവും? പ്ലസ് 5 ആവും. അപ്പോൾ മൈനസ് 10 പ്ലസ് 5. മൈനസ് 10നോട് 5 കൂട്ടിയാൽ എന്ത് ചെയ്യും? മൈനസ് 5 കിട്ടും അല്ലേ. മൈനസ് 10 പ്ലസ് 5 മൈനസ് 5 ആവും. അപ്പോൾ എന്ത് കിട്ടി നമുക്ക്? എക്സ് മൈനസ് 2y ഇസിക്കൽ ടു മൈനസ് 5 എന്ന് കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി? ഒന്നാമത്തെ ഇക്വേഷനും രണ്ടാമത്തെ ഇക്വേഷനും കൂടി സോൾവ് ചെയ്യാം. അത് നമ്മൾ എലിമിനേഷൻ മെത്തേഡ് പ്രകാരമോ അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് മെത്തേഡ് പ്രകാരം സോൾവ് ചെയ്യാം. നമ്മളിതൊന്ന് സോൾവ് ചെയ്ത് നോക്കാം കേട്ടോ. എലിമിനേഷൻ മെത്തേഡ് പ്രകാരം അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് ആയാലും കുഴപ്പമില്ല. നമുക്ക് എക്സ് ഇവിടെ എന്ത് കിട്ടി? എക്സ് ഈസിക്കൽ ടു വൈ പ്ലസ് 5 എന്ന് കിട്ടി. അതിന് നമ്മളോട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എക്സിൻ്റെ സ്ഥാനത്ത് വൈ പ്ലസ് 4, കാരണം നമുക്കത് സബ്സ്റ്റിറ്റ്യൂട്ട് മെത്തേഡ് പ്രകാരം ചെയ്യാം കേട്ടോ. അപ്പോൾ എക്സിൻ്റെ സ്ഥാനത്ത് നമ്മൾ എന്ത് ചെയ്തു? കാരണം എക്സ് ഈസിക്കൽ ടു വൈ പ്ലസ് 5 ആണല്ലേ. വൈ പ്ലസ് 5, ആ വൈ പ്ലസ് 5 വെച്ച് കൊടുക്കാം കേട്ടോ. എക്സിൻ്റെ സ്ഥാനത്ത് ശ്രദ്ധിക്കാം. ഈ എക്സിൻ്റെ സ്ഥാനത്ത് ഇവിടെ എക്സ് ഈസിക്കൽ ടു വൈ പ്ലസ് 5 വെച്ച് കൊടുക്കണം. അപ്പം വൈ പ്ലസ് 5 മൈനസ്, കാരണം എക്സിൻ്റെ സ്ഥാനത്താണ് എന്ത് വെച്ച് കൊടുത്തത്? വൈ പ്ലസ് 5 എന്നുള്ളത്. കാരണം എക്സ് ഈസിക്കൽ ടു വൈ പ്ലസ് 5 ആണ്. മൈനസ് 2y. ഓക്കെ, അപ്പോൾ എക്സിൻ്റെ സ്ഥാനത്ത് എന്ത് വെച്ച് കൊടുത്തു? വൈ പ്ലസ് 5 മൈനസ് ഈ മൈനസ് 2y ഇസിക്കൽ ടു മൈനസ് 5. ഓക്കെ, ഇനി ഒന്നുകൂടി ശ്രദ്ധിക്കാമല്ലോ. അപ്പോൾ ഒന്നുകൂടി ശ്രദ്ധിക്കാം. എന്ത് ചെയ്തു? മൈനസ് 2y ആണ്. മൈനസ് 2y ഇവിടെ പ്ലസ് y ആണ്. അപ്പോൾ എന്ത് ചെയ്യും? y മൈനസ് 2y എന്നുള്ളത് കൊണ്ട് എന്തായി മാറും? മൈനസ് y ആയി മാറും അല്ലേ. പ്ലസ് y, ഇവിടെ പ്ലസ് y ആണ്. ഇങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ അത് ഒന്നുകൂടി ശ്രദ്ധിക്കാം കേട്ടോ. ഒന്നുകൂടെ ശ്രദ്ധിക്കാം. അപ്പം ഇവിടെ എന്ത് ചെയ്തു? എക്സിൻ്റെ സ്ഥാനത്ത് നമ്മൾ വൈ പ്ലസ് 5 വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ എക്സിൻ്റെ സ്ഥാനത്ത് വൈ പ്ലസ് 5 വെച്ച് കൊടുക്കുക. അപ്പോൾ വൈ പ്ലസ് 5 മൈനസ് 5 ഈസിക്കൽ ടു എന്ത് കിട്ടും? 2 ഇൻറ്റു വൈ 2y. പിന്നെ എന്ത് കിട്ടും? 2 ഇൻറ്റു 5 പ്ലസ് 10 കിട്ടും അല്ലേ. ഇനി ഇതും വെട്ടിപ്പോവും. അപ്പം എന്ത് കിട്ടും? ഒന്നുകൂടി ശ്രദ്ധിക്കുക, സോറി, കാരണം സിമ്പിളാണിത്. അപ്പം എന്ത്? എക്സ് എന്നുള്ളത് എക്സ് ഈസിക്കൽ ടു വൈ പ്ലസ് 5 കിട്ടി. ഓക്കെ, ഇനി എക്സിൻ്റെ സ്ഥാനത്ത് ഈ വൈ പ്ലസ് 5 വെച്ച് കൊടുത്താൽ എന്ത് കിട്ടും? വൈ പ്ലസ് 5, അതായത് ഈ എക്സ് കേട്ടോ.
ഈ എക്സിൻ്റെ സ്ഥാനത്ത് നമ്മൾ എന്ത് ചെയ്തു ഈ y+5 കാരണം x = y+5 ആണ്. അപ്പോൾ y+5 ഇനി -5 കേട്ടോ ഈസിക്കൽ ടു 2 × y അല്ലേ ഈസിക്കൽ ടു ഇതാണ് നമ്മൾ എഴുതുന്നത് ഇപ്പം. അപ്പോൾ ഈ എഴുതുന്നതിൽ നമ്മൾ എക്സിൻ്റെ സ്ഥാനത്ത് എന്ത് ചെയ്തു y+5 വെച്ച് കൊടുത്തു, എന്നിട്ട് -5 എഴുതി, എന്നിട്ട് 2y 2 × y എന്ന് പറയുമ്പോൾ 2y പിന്നെ 2 × 5 -5 എന്ന് പറയുമ്പോൾ -10 എന്നായി. ഓക്കെ അല്ലേ. അപ്പോൾ എന്താ കിട്ടി y+5 -5 ഈ 5 - 5 എന്നുള്ളത് 0 ആയി മാറും. ഓക്കെ അപ്പോൾ എന്ത് വെറും y ആയി മാറും. ഓക്കെ അപ്പോൾ നമുക്ക് എന്ത് കിട്ടും y = 2y - 10 എന്ന് കിട്ടും. എന്ത് 2y - 10 എന്ന് കിട്ടും. ഓക്കെ y = 2y - 10 എന്ന് കിട്ടും. ഇനി നമ്മൾ എന്ത് ചെയ്തു ഈ y-നെ അങ്ങോട്ട് കൊണ്ടുപോയി. അപ്പോൾ എന്താവും 2y മൈനസ് ഈ y പ്ലസ് ആയി അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ y മൈനസ് ആയി മാറും. ഈ -10 ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ +10 ആയി മാറും. ഓക്കെ അപ്പോൾ 2y - y എന്നുള്ളത് ഒരു y ആയി മാറും. ഓക്കെ ഒരു y ആയി മാറി, കാരണം 2 y നിന്ന് ഒരു y കുറച്ചാൽ ഒരു y ആയി. y = 10 എന്ന് കിട്ടും. ഓക്കെ അപ്പോൾ y = 10 എന്ന് കിട്ടിയാൽ y = 10 y എന്നുള്ളത് ആരുടെ വയസ്സാണ് റോബർട്ടിൻ്റെ വയസ്സാണ്. പിന്നെ എന്താണ് x എന്തായിക്കാരം x = കണ്ടില്ലേ y+5 ആണ് y+5 y എന്ന് പറഞ്ഞാൽ 10 ആണ് 10 + 5 15 എന്ന് കിട്ടും. ഓക്കെ അപ്പോൾ നമുക്കറിയാം x എന്ത് കിട്ടി നമുക്ക് y എന്നുള്ളത് 10 കിട്ടി, x = 15 കിട്ടി. ശരിക്കും ശ്രദ്ധിക്കട്ടോ, സിമ്പിളാണ്. ഓക്കെ നമുക്ക് വ്യത്യസ്ത രൂപത്തിൽ 2 മെത്തേഡ് കൊണ്ട് ചെയ്യണോണ്ടാണ് നമ്മൾ കൺഫ്യൂഷൻ വെച്ചത്. നമ്മളിപ്പം ഇത് എന്ത് മെത്തേഡ് ചെയ്തു സബ്സ്റ്റിറ്റ്യൂട്ട് മെത്തേഡ് പ്രകാരമാണ് ചെയ്തത്. നമ്മൾ ഇത് ചെയ്തത് ഏത് പ്രകാരമാണ് നമ്മൾ ഓൾട്ടർനേറ്റീവ് മെത്തേഡ് പ്രകാരമാണ് ചെയ്തത്. ഓൾട്ടർനേറ്റീവ് മെത്തേഡ് ആണ് എലിമിനേഷൻ മെത്തേഡ് പ്രകാരമാണ് ചെയ്തത്. രണ്ടും ശരിക്കും ശ്രദ്ധിക്കുക, ശരിക്കും പഠിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് കിട്ടി പെർസെൻറ്റേജ് ഓഫ് ആയിഷ 15 ആണ്, കാരണം x 15 ആയിരുന്നു. പെർസെൻറ്റേജ് ഓഫ് റോബോട്ട് 10 ആയിരുന്നു. ഇനി നമ്മൾ നോക്കുക 5 വർഷം മുന്നേ ആയിഷൻ്റെ വയസ്സ് എത്ര 5 വർഷം മുന്നേ 10 ആയിരിക്കും, കാരണം ഇപ്പോഴത്തെ വയസ്സ് 15 ആണ്. അപ്പോൾ 5 വർഷം മുന്നേ 10 ആയിരിക്കും. റോബർട്ടിൻ്റെ 5 വർഷം മുന്നേ ഇപ്പം 10 ആണ്, അപ്പോൾ 5 വർഷം മുന്നേ 5 ആയിരിക്കും. അപ്പോൾ നമുക്ക് തന്ന ക്ലൂവും ശരിയാണ്, കാരണം 5 വർഷം മുന്നേ എന്തായിരുന്നു റോബോട്ടിൻ്റെ വയസ്സിനേക്കാൾ ഇരട്ടിയായിരുന്നു ആയിഷൻ്റെ വയസ്സ്, കാരണം 5-നേക്കാൾ ഇരട്ടിയാണല്ലോ 10. അപ്പോൾ അതും ശരിയായി. ഇനി എക്സാമ്പിൾ കേട്ടോ, അടുത്ത എക്സാമ്പിൾ ഏതാണ് 2 places and B are 100 കിലോമീറ്റർ അപ്പാർട്ടാണ്. അതായത് 2 സ്ഥലമുണ്ട് എയും ബിയും, നമുക്കറിയില്ല അതിൻ്റെ തമ്മിലുള്ള ദൂരം 100 കിലോമീറ്റർ ആണ്. ഒരു കാർ എന്തായി എ എന്നുള്ളതിൽ നിന്ന് തുടങ്ങി അനദർ ബി എന്നുള്ളതിൽ നിന്ന് തുടങ്ങി ഒരേ സമയത്താണ് തുടങ്ങിയത്. ഒരു കാർ എ എന്നും സ്റ്റാർട്ട് ചെയ്തു, മറ്റേ കാർ ബി എന്നും ഒരേ സമയത്ത് തുടങ്ങി. ഇനി ഓരെന്ത് ചെയ്തു ഒരേ ഡയറക്ഷനിൽ പോവുകയാണ്. ഒരേ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എ എന്നുള്ള കാറ് ബി എ എന്നുള്ള സ്ഥലം എവിടെ ബി എന്നുള്ള സ്ഥലം എവിടെയാണ്. അപ്പോൾ അതിൻ്റെ അടുത്ത ദൂരം 100 കിലോമീറ്റർ ആണ്. ഒരു കാർ എന്താ ചെയ്തു ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു. എ എന്നുള്ള കാറ് ഒരു കാർ കേട്ടോ, ഒരു കാർ, അതായത് നമ്മൾ എ സ്മോൾ ലെറ്റർ എക്ക് അത് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു. ബി എന്നുള്ള കാറ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു. എങ്ങോട്ട് ഒരേ ഡയറക്ഷൻ, അത് ഇങ്ങോട്ട് പോകുകയാണെങ്കിൽ ബീൻ്റെ അവിടെ നിന്നാണ് അങ്ങോട്ട് പോകുന്നത് കേട്ടോ. ബിയും എന്താണ് അങ്ങോട്ട് പോകുന്നു, എ ഇവിടുന്ന് അങ്ങോട്ടും പോകുന്നു, മനസ്സിലായില്ലേ. ഇഫ് ദ ട്രാവൽ ഇൻ ദ സെയിം ഡയറക്ഷൻ, അതാണ് രണ്ടും ഒരേ ഡയറക്ഷനിലാണ്. അത് എ എന്നുള്ളത് അങ്ങോട്ട് പോകുന്നു, ബി എന്നുള്ളതിന് എന്താകുന്നു ഇത് അങ്ങോട്ട് പോകുന്നു. രണ്ടിൻ്റെ ഇടയിലുള്ള ദൂരം എത്രയാണ് 100 കിലോമീറ്ററാണ്. അങ്ങനെ ഓരെന്തായി അങ്ങനെ പോയി. അങ്ങനെ 5 മണിക്കൂറിന് ശേഷം എയും ബിയും പരസ്പരം ഒരുമിച്ച് കണ്ടുമുട്ടി. രണ്ടും അങ്ങോട്ടാണ് പോകുന്നത്. ഓക്കെ എ എന്നുള്ള കാറ് അങ്ങോട്ട് പോകുന്നു, ബി എന്നുള്ള കാറ് ബിയിൽ നിന്ന് അങ്ങോട്ട് പോകുന്നു. പക്ഷേ 5 മണിക്കൂറിന് ശേഷം രണ്ടും കണ്ടുമുട്ടി. അത് എ എന്നുള്ള കാറിന് സ്പീഡ് കൂടുതലാണെന്ന് അർത്ഥം. അങ്ങനെയാണെങ്കിൽ ഇഫ് ദ ട്രാവൽ ടുവാർഡ്സ് ഈച്ച് അതർ, ഇനി ഒരുമിച്ചാണ് ഒരു വരും പരസ്പരം. ഇപ്പോൾ എന്താ പറയുന്നത് ഒന്ന് അങ്ങോട്ട് പോകുന്നു മറ്റും അങ്ങോട്ട് പോകുന്നു. ഇനി എന്താണ് ഈച്ച് അതർ ആണെങ്കിൽ, ഈച്ച് അതർ ഒന്ന് അങ്ങോട്ട് പോകുമ്പോൾ മറ്റത് ഇങ്ങോട്ടാണ് വരുന്നതെങ്കിൽ ഓരെന്ത് ചെയ്യും 1 മണിക്കൂർ കൊണ്ട് കണ്ടുമുട്ടുകയും ചെയ്യും. അങ്ങോട്ടും ഒരേ ഡയറക്ഷനിലേക്ക് പോകുമ്പോൾ 5 മണിക്കൂറാണ് സമയം. ഇനി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആണെങ്കിൽ എന്ത് ചെയ്യും 1 മണിക്കൂർ കൊണ്ട് കണ്ടുമുട്ടും. എന്നാൽ വാട്ട് ആർ ദ സ്പീഡ്സ് ഓഫ് 2 കാർസ്, ആ 2 കാറിൻ്റെ സ്പീഡുകൾ എത്രയാണെന്നുള്ളത്. ഓക്കെ ഇനി ശ്രദ്ധിക്കുക. അസ്യൂം ദാറ്റ് ദ സ്പീഡ് ഓഫ് കാർ അറ്റ് എ ഈസ് മോർ ദാൻ ദ സ്പീഡ് ഓഫ് കാർ അറ്റ് ബി. അത് നമ്മൾ പറഞ്ഞ പോലെ എന്ത് എ എന്നുള്ള സ്ഥലത്തുള്ള കാറിൻ്റെ സ്പീഡ് എന്താണ് ബി എന്നുള്ള സ്ഥലത്തിൻ്റെ കാറിൻ്റെ സ്പീഡിനേക്കാൾ കൂടുതലാണ്. അപ്പോൾ എന്താ പറഞ്ഞത് 2 സ്ഥലമുണ്ട്, എയും ഉണ്ട് ബിയും ഉണ്ട്. എത്രയാണ് കിലോമീറ്റർ 100 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട്. ഇനി എന്താണ് എ എന്നുള്ള സ്ഥലത്തു നിന്നും ബി എന്നുള്ള സ്ഥലത്തു നിന്നും ഒരേ സമയത്ത് ഓരോ കാറുകൾ പുറപ്പെടണം. ഇവ ഒരേ ഡയറക്ഷനിലേക്ക് അങ്ങോട്ട് പോവുകയാണ്. എന്ത്
അങ്ങോട്ട് ഇങ്ങനെ വേറെയും കുറേ സ്ഥലങ്ങളുണ്ടാവില്ല. അപ്പോൾ അങ്ങനെ പോവുകയാണെങ്കിൽ ഈ എ എന്നുള്ള സ്ഥലത്ത് നിന്ന് പുറപ്പെടുന്ന കാർ ബി എന്നുള്ള സ്ഥലത്ത് നിന്ന് പുറപ്പെടുന്ന കാറിനെ 5 മണിക്കൂർ കൊണ്ട് ഒരു രണ്ടാളും ഒരുമിച്ച് കൂടും. അതായത് സ്പീഡ് കൂടി കൂടി അങ്ങനെ പോകും. 5 മണിക്കൂർ കൊണ്ട് പിടിക്കും. ഇനി അതല്ല എ എന്നുള്ള സ്ഥലത്തു നിന്നുള്ള കാർ അങ്ങോട്ടും ബി എന്നുള്ള സ്ഥലത്തു നിന്നുള്ള കാർ ഇങ്ങോട്ടുമാണ് വരുന്നതെങ്കിൽ ഇവർ രണ്ടും 1 മണിക്കൂർ കൊണ്ടും എന്ത് ചെയ്യും, കണ്ടുമുട്ടും. എന്നാൽ എത്രയാണ് ഇവരുടെ സ്പീഡ് എന്നുള്ളത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, എ എന്നുള്ള സ്ഥലത്തു നിന്നുള്ളതിന് എക്സ് km/h ആക്കി, അതിൻ്റെ സ്പീഡ് എക്സ് ആക്കി. ബി എന്നുള്ള സ്ഥലത്തു നിന്ന് വരുന്നത് വൈ ആക്കി. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഡിസ്റ്റൻസ് 5 മണിക്കൂർ കൊണ്ട് ഓരോന്ന് 2 കാറും കൂടി എ എന്നുള്ള കാർ എന്ത് ചെയ്യും 5x ആയിരിക്കും. കാരണം 1 മണിക്കൂറിൽ എക്സ് ആണ് യാത്ര ചെയ്യുന്നത്. അപ്പോൾ 5 മണിക്കൂർ കൊണ്ട് അവർ യാത്ര ചെയ്യുന്ന ഡിസ്റ്റൻസ് എന്തെങ്കിലും 5x ആയിരിക്കും. ഓക്കെ, ഇനി എന്താണ് ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ കാർ ബി എന്തെങ്കിലും 5y ആയിരിക്കും. കാരണം 5x എന്നുള്ളത് എക്സ് km/hലുള്ള എൻ്റെ കാറാണ്. വൈ എന്നുള്ളത് എന്താണ് ബീൻ്റെ സ്പീഡാണ്. ബി എന്നുള്ള സ്ഥലത്ത് നിന്ന് വരുന്ന സ്പീഡാണ് വൈ എന്നുള്ളത്. അപ്പോൾ ആ വൈ എന്ന സ്പീഡുള്ള കാർ എന്തെങ്കിലും 5 മണിക്കൂർ കൊണ്ട് എന്ത് ചെയ്യും 5y കിലോമീറ്ററും യാത്ര ചെയ്യും. ഓക്കെ അല്ലേ. ഇനി എന്താണ് ഒരു 5 മണിക്കൂറിൻ്റെ ശേഷമാണ് കണ്ടുമുട്ടുന്നത്. ദ കാർ അറ്റ് എ ഹാസ് ട്രാവൽഡ് 100 കിലോമീറ്റർ മോർ ദാൻ കാർ അറ്റ് ബി. അതെങ്ങനെയാണ്? കാരണം എന്താണ് ഇപ്പോൾ 100 കിലോമീറ്റർ ആണ് എന്തായത് 5 മണിക്കൂർ കൊണ്ട് ഒരടിയുള്ള വ്യത്യാസം ഉണ്ടായിരുന്നത് അല്ലേ. കാരണം എൻ്റെയും ബിൻ്റെയും എന്ന സ്ഥലത്തിൻ്റെ ഇടയിൽ 100 കിലോമീറ്റർ വ്യത്യാസം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ വ്യത്യാസത്തെ മറികടന്ന് ബി എന്നുള്ള കാറിനെ എന്താക്കി എ എന്നുള്ള കാർ എന്തായി 5 മണിക്കൂർ കൊണ്ട് എന്ത് ചെയ്തു ഒരുമിച്ച് കണ്ടുമുട്ടി. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്, ഈ 100 കിലോമീറ്റർ എന്തായി ഈ 5 മണിക്കൂർ കൊണ്ട് ഈ കാർ എ എന്നുള്ള കാർ എന്ത് ചെയ്തു പരിഹരിച്ചു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കാം, ദേ മീറ്റ് ആഫ്റ്റർ 5 മണിക്കൂറിന് ശേഷമാണ് അവർ പരസ്പരം കണ്ടുമുട്ടിയതെങ്കിൽ കാർ അറ്റ് എ ഹാസ് ട്രാവൽഡ് 100 കിലോമീറ്റർ കൂടുതൽ കണ്ടുമുട്ടിയിട്ടുണ്ട് കാർ അറ്റ് ബി എന്നുള്ള കാറിനേക്കാണ്. കാരണം കാർ ബി തുടങ്ങുന്നത് എന്താണ് ബി എന്നുള്ള കാർ തുടങ്ങുന്നത് ബി എന്നുള്ള സ്ഥലത്തു നിന്നാണ്. ഓക്കെ, അതിൻ്റെ ആയിട്ട് 100 കിലോമീറ്റർ ഇപ്പുറത്താണ് എ എന്നുള്ള സ്ഥലം. അപ്പോൾ എ എന്നുള്ള കാർ ഇവിടെ നിന്ന് എന്തായി 100 കിലോമീറ്റർ കൂടുതൽ സഞ്ചരിച്ച് വീണ്ടും സഞ്ചരിച്ച് എന്തായിട്ടുണ്ട് ബി എന്നുള്ള കാറിനെ കണ്ടുമുട്ടിയിട്ടുണ്ട് 5 മണിക്കൂറിന് ശേഷം. അപ്പോൾ ഈ 5 മണിക്കൂറാണ് എന്തെയ്യണത് 100 കിലോമീറ്റർ കൂടുതൽ സഞ്ചരിച്ചാണ്, ബീനേക്കാളും 100 കിലോമീറ്റർ കൂടുതൽ സഞ്ചരിച്ചാണ്. അപ്പം നമുക്ക് എന്ത് ചെയ്താം 5x എന്ന് പറഞ്ഞാൽ ഇയാൾ ഈ എക്സ് എന്നുള്ള എ എന്നുള്ള കാറ് 5 മണിക്കൂർ കൊണ്ട് സഞ്ചരിച്ചത് 5x ആണ്. ആ 5x മൈനസ് 5y എന്ന് പറഞ്ഞാൽ വൈ എന്നുള്ള കാറ് 5 മണിക്കൂർ കൊണ്ട് സഞ്ചരിച്ചതാണ് 5y. അത് അല്ലെ വൈ എന്നുള്ള സ്പീഡുള്ള കാറ്. ഓക്കെ, അപ്പോൾ 5x മൈനസ് 5y = 100 എന്ന് കിട്ടി. പിന്നെ അതിനെ പരിഹരിച്ചാൽ ഈ രണ്ടോടത്തും എന്തുണ്ട് 5 ഉണ്ട്, 5നെ അങ്ങോട്ട് കൊടുന്നാൽ എന്ത് ചെയ്യും 100 ആയിരിക്കണം 5 ആയി. അപ്പോൾ എന്ത് ചെയ്യും 20 കിട്ടും. അപ്പോൾ x - 5 = 20 എന്ന് കിട്ടും. കണ്ടില്ലേ, ഇവിടെ എന്ത് ചെയ്യും ഇവിടെ മൊത്തത്തിൽ 5 കൊണ്ട് ഹരിക്കുക. അപ്പോൾ 5x ഹരിക്കണം 5 x ആയി, 5y ഹരിക്കണം 5 y ആയി, 100 ഹരിക്കണം 5 20y. ഓക്കെ, ഈ നേരെ അങ്ങോട്ട് കൊണ്ടുപോയാലും മതി. അപ്പോൾ നമുക്കെന്താ 5x മൈനസ് 5y = എങ്ങനെ എഴുതാം 5 × x മൈനസ് y എന്ന് എഴുതാം =100. കാരണം ഈ 5x-ലും 5y-ലും എന്തുണ്ട് 5 കോമൺ ആണ്. അപ്പോൾ 5നെ പുറത്തെടുത്തു. അപ്പോൾ നിങ്ങളുടെ എന്ത് ചെയ്തു 5 എന്ന് എഴുതി, കാണില്ല 5 എന്ന് എഴുതി. എന്നിട്ട് പിന്നെ x - 5y ഉള്ളത് അത് എഴുതി. എന്നിട്ട് പിന്നെ എന്ത് ചെയ്തു ഈ 5 × x - y = 100 എന്നുള്ളതിനെ പിന്നെ ഈ 5നെ ഇവിടെ ഗുണിക്കാനായിരുന്നു, അത് ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ എന്താവും ഹരിക്കാനാവും. 100 ഹരിക്കണം 5 എന്നാകും. 100 ഹരിക്കണം 5 എന്ന് പറഞ്ഞാൽ 20 ആണ്. കണ്ടില്ലേ 20 കിട്ടി. x - y = 20. ഓക്കെ, x - y = 20 ശ്രദ്ധിക്കട്ടോ. ഇനി when they travel towards each other, ഇനി അടുത്തത് ഒരുമിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടാണ് വരുന്നതെങ്കിൽ ഓരെന്ത് ചെയ്യും 1 മണിക്കൂർ കൊണ്ട് കണ്ടുമുട്ടും. അതായത് അതിൻ്റെ അർത്ഥം വെച്ചാൽ ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ കാർ എ ആൻഡ് കാർ ബി ഇൻ 1 hour 100 കിലോമീറ്റർ ആണ്. കാരണം 1 മണിക്കൂർ കൊണ്ട് ഓരെന്ത് ചെയ്യും 100 കിലോമീറ്റർ കവർ ചെയ്യും. കാരണം ഇപ്പം 100 കിലോമീറ്റർ ആണ് എൻ്റെയും ബീൻ്റെ ഇടയിലുള്ള സ്ഥലം. അപ്പോൾ ഇങ്ങോട്ട് ഈ കാറ് സഞ്ചരിച്ചു, ഇങ്ങോട്ട് ഈ കാറ് സഞ്ചരിച്ചു. 1 മണിക്കൂർ കൊണ്ട് എന്ത് ചെയ്യും ഒരു കണ്ടുമുട്ടാനാൽ രണ്ടാളും കൂടി എന്തൊക്കെയാണ് 100 കിലോമീറ്റർ സഞ്ചരിച്ചാണ്. കാരണം ഇയാൾ ഇവിടുന്ന് 100 കുറച്ച് സഞ്ചരിച്ചാണ്, ഇയാൾ ഇവിടുന്ന് കുറച്ച് സഞ്ചരിച്ചാണ്. അപ്പോൾ രണ്ടാളും കൂടി എന്തൊക്കെയാണ് 100 കിലോമീറ്റർ സഞ്ചരിച്ചാണ്. അതാണ് പറയുന്നത് x + y = 100 എന്നായി 1 മണിക്കൂർ കൊണ്ട് കേട്ടോ. ഞാൻ 1 മണിക്കൂർ കൊണ്ട് ആയതുകൊണ്ടാണ് ഒരു x ഇട്ടതും ഒരു y ഇട്ടതും. ഇനി രണ്ട് സോൾവ് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി x - y = 20 കിട്ടി, x + y = 100 കിട്ടി. ഇനി നമ്മൾ എലിമിനേഷൻ മെത്തേഡ് നോക്കുക, പരസ്പരം കുറയ്ക്കുക കൂട്ടുക എന്തെങ്കിലും ചെയ്താൽ മതി. അപ്പോൾ ഇനി സോൾവ് ചെയ്യാം കേട്ടോ. സോൾവ് ചെയ്ത് നമുക്ക് ശ്രദ്ധിക്കാം. x - y പ്ലസ് കൂട്ടുക കേട്ടോ.
എക്സ് മൈനസ് വൈ ഈസ് ഈക്വൽ ടു 20 കൂട്ടണം എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 100. ഓക്കെ, ഇനി കൂട്ടാണ്. ഇപ്പോൾ എക്സും കൂട്ടിയാൽ എന്ത് കിട്ടും? 2x കിട്ടും. മൈനസ് വൈ പ്ലസ് വൈ കൂട്ടിയാൽ എന്ത് ചെയ്യും? രണ്ടും വെട്ടിപ്പോയി ചെയ്യാം. കാരണം ഒന്ന് മൈനസ് വൈ ആണ്, മറ്റത് കൂട്ടണം പ്ലസ് വൈ ആണ്. അത് വെട്ടിപ്പോയി. പിന്നെ 20 ഉണ്ട് ഇവിടെ, പ്ലസ് 100 എന്ത് കിട്ടും? ഈസിക്കൽ ടു ഇവിടെ കാരണം 0 ഇട്ടില്ലേ, പിന്നെ ഈസിക്കൽ ടു ഉള്ളത് 20 പ്ലസ് 100 കൂട്ടണം, അത് 120 അല്ലേ. അപ്പോൾ എന്ത് കിട്ടി? 2x ഈസിക്കൽ ടു 120. ഇനി എന്താണ്? എക്സ് ഈസിക്കൽ ടു എന്ത് കിട്ടും? ഈ രണ്ടിനെ അങ്ങോട്ട് കൊണ്ടുപോയാൽ 60 എന്ന് കിട്ടും. ഓക്കെ, എക്സ് ഈസിക്കൽ ടു 60 കിട്ടിയില്ലേ? ഓക്കെ അല്ലേ? എക്സ് ഈസിക്കൽ ടു 60 കിട്ടി. ഇനി നമുക്ക് സുഖമാണ്, ഇവിടെ എക്സ് വൈ കിട്ടും. ഇപ്പോൾ എക്സ് 60 ആണെങ്കിൽ 60 പ്ലസ് അല്ലേ വൈ ഇട്ട് കൊടുക്കുക ഈസിക്കൽ ടു 100. വൈ ഈസിക്കൽ ടു ഇവിടെ കൂട്ടാനുള്ള 60 അങ്ങോട്ട് നമുക്ക് കുറക്കാനാവുമ്പോൾ 100 മൈനസ് 60 എന്നാകും ഈസിക്കൽ ടു 40. അപ്പോൾ വൈ ഈസിക്കൽ ടു 40 കിട്ടി. അപ്പോൾ അതാണ് നമുക്ക് കിട്ടിയത്. ഇത് സോൾവ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? എക്സ് ഈസിക്കൽ ടു 60, വൈ ഈസിക്കൽ ടു 40. അപ്പോൾ എ ഉള്ള കാറ് 60 ആയിക്കാരം, ബി ഉള്ള കാറ് 40 ആയിക്കാരം. ഇനി നമ്മൾ ചിന്തിച്ച് നോക്കാം. അപ്പോൾ 40 ഈ 5 മണിക്കൂർ കൊണ്ട് എന്ത് ചെയ്യും? ബി എന്നുള്ള കാറ് 200 കിലോമീറ്റർ പോകും അല്ലേ. 5 × 40 200. 5 മണിക്കൂർ കൊണ്ട് 60 ഉള്ള കാർ എന്ത് ചെയ്യും? 300 ചെയ്യും. പിന്നെ എ എന്നുള്ള കാറ് തുടങ്ങുന്ന എവിടെ നിന്നാണ്? 100 കിലോമീറ്റർ ഇപ്പുറത്തുനിന്നാണ്. അപ്പോൾ ഈ 100 കൂടി കൂടിയാൽ എന്ത് ചെയ്യും? 300 ആയില്ലേ. കാരണം എ എന്നുള്ള കാറ് 100 കിലോമീറ്റർ ഇപ്പുറത്തുനിന്ന് തുടങ്ങി. അപ്പോൾ എന്താ? 5 മണിക്കൂർ കൊണ്ട് 300 പോയി. ഈ ബി എന്നുള്ള ഇതിൽ നിന്ന് തുടങ്ങി 5 മണിക്കൂർ 200 ആയി. പിന്നെ എൻ്റെയും ബിൻ്റെയും ഡിസ്റ്റൻസ് എത്രയായിരുന്നു? തുടങ്ങുമ്പോൾ 100 കിലോമീറ്റർ ആയിരുന്നു അല്ലേ. 300ൻ്റെയും 200ൻ്റെ ആട്ടിൽ 100 കിലോമീറ്റർ ഉണ്ട്. മനസ്സിലായില്ലേ? അപ്പം അങ്ങനെയാണ് അതൊക്കെ ചെയ്യണം കേട്ടോ. ചെക്ക് യുവർ പ്രോഗ്രസ്സിൽ ഇതിൽ എല്ലാം ചെയ്തു തരാം, മറക്കരുത്. ഒന്നിലും ചെയ്യാതെ വന്നാൽ എന്ത് ചെയ്യും? അതിനനുസരിച്ച് എന്തെങ്കിലും ഉണ്ടാകും. അപ്പോൾ എല്ലാവരും ചെയ്തു തരാം. ഓക്കെ, അപ്പോൾ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.